വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. കുറേ നാളത്തെ കാത്തിരിപ്പായിരുന്നു നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പ്രതീക്ഷകളോട് കാത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന തസ്തിക. ഇവിടെ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒരു യൂണിഫോം തസ്തിക സ്വപ്നം കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല ജോലിയാണ്, സ്വപ്ന ജോലിയാണ്. ഈ സ്വപ്ന ജോലി എന്നുള്ളത്, ആ സ്വപ്നം എന്ന് പറയുന്ന വാക്ക് അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളായിരിക്കണം മുമ്പോട്ടുള്ള ദിവസങ്ങൾ എന്നുള്ള കാര്യം ആദ്യമേ അങ്ങ് ഓർമ്മിപ്പിക്കുകയാണ്. പ്രധാനമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ തസ്തികയുണ്ടല്ലോ, അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 427/2024 നിലവിലെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങളുടെ പ്രൊഫൈലിനകത്തേക്ക് പോയിട്ട് 427/2024 നിങ്ങൾ ധൈര്യപൂർവ്വം അപ്ലൈ ചെയ്യണം. സോ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. താമസിക്കരുത്. അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇനി ഒരു കാലതാമസം വരുത്തേണ്ട ആവശ്യമില്ല. 427/2024 എന്ന് പറഞ്ഞ ഈ തസ്തിക നിങ്ങൾക്ക് ജനുവരി മാസം 1-ാം തീയതി വരെ അപ്ലൈ ചെയ്യാമെങ്കിലും എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ സജഷൻ. ഇനി നമുക്കറിയാം, സ്കെയില് വലിയ സ്കെയിലാണ്. 31,100 മുതൽ 66,800 എന്ന് പറയുന്ന വലിയൊരു സ്കെയിലാണ് നമ്മുടെ ഈ ഒരു തസ്തികയുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല വേക്കൻസി പറയുന്ന ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, പ്രതീക്ഷിത ഒഴിവാണ്. കുറേ ഒഴിവുകൾ ഉണ്ടാവും കേട്ടോ. കുറേ ഒഴിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഈ ഫോഴ്സിന്റെ പരീക്ഷകളെല്ലാം തന്നെ ഒരു വർഷത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത്. അപ്പോൾ ഈ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന പരീക്ഷയ്ക്കും ഒരു വർഷത്തെ റാങ്ക് ലിസ്റ്റിന് ഒരു വർഷത്തെ കാലാവധിയാണുള്ളത്. സ്വാഭാവികമായിട്ടും അടുത്ത ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. ഇത്തവണത്തെ, അതായത് 2025 നടക്കാൻ പോകുന്ന നമ്മുടെ ഈ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഈ ഒരു ഉദ്യമം തീർച്ചയായിട്ടും സഫലമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്കിനി പ്രധാനപ്പെട്ട 1-2-3 കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. അതിലൊന്ന്, മക്കളെ, ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. പിന്നെ പ്രായം വരുന്നത് 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 2/1/96 1/1/2024 ഇത് 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഇടയിൽ ജനിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒന്നും കൂടെ പറയുന്നു, 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ജനറൽ കാറ്റഗറിയാണ്. ഇനി നമുക്കറിയാം, OBC കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരു 3 വർഷത്തെ ഇളവും കൂടെ ഉണ്ട്. അതായത് 31 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാവുന്നതാണ് OBC കാറ്റഗറിയിൽ വരുന്നത്. ഇനി SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 33 വയസ്സ് വരെ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ എക്സ് സർവീസ് മെന്നിന് 41 വയസ്സ് വരെ പരീക്ഷ എഴുതാൻ സാധിക്കും. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി +2 ആണ് അടിസ്ഥാന യോഗ്യത. +2 ഉള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് ഈ ഒരു തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ആദ്യമായിട്ട് വേണ്ട ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 ആണ് വേണ്ടത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രത്യേകം പറയുന്നത്, നമുക്ക് ഗിയർ ഉള്ള മോട്ടോർ സൈക്കിൾ, നമ്മൾ സാധാരണ ലൈസൻസ് എടുക്കുന്ന 2 വീലർ ലൈസൻസ് എടുക്കും, മോട്ടോർ സൈക്കിളിലെ വിത്ത് ഗിയർ ലൈസൻസ് വേണം. അത് ഒന്നാമത്തതാണ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിള്, നമ്മൾ സാധാരണ നമ്മൾ 4 വീലർ ലൈസൻസ് എടുക്കുന്നതെല്ലാം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അത് വേണം. ഹെവിയുടെ ലൈസൻസ് വേണം. അത് മാത്രമല്ല ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് കൂടി വേണം. അപ്പോൾ ഇത്രയും വേണം തീർച്ചയായിട്ടും. ഒന്ന്, നമുക്ക് വേണ്ട 2 വീലർ ലൈസൻസിലെ നമുക്ക് ഗിയർ വിത്ത് ഗിയർ ഉള്ളത്, പിന്നെ 4 വീലർ ലൈസൻസ്, പിന്നെ ഗുഡ്സ് നമ്മുടെ ഹെവി ലൈസൻസ് വേണം, അതേപോലെ ബാഡ്ജും വേണം. ഈ 4 കാര്യങ്ങളും നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഈ 4 കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങളും നോട്ടിഫിക്കേഷന്റെ എൻഡ് ഡേറ്റ് എന്നാണോ, അതായത് ജനുവരി മാസം 1-ാം തീയതിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയാലും മതി. സോ അതിനുള്ളിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥി ഈ 4 ഇതും, അതായത് ഈ പറഞ്ഞിരിക്കുന്ന 4 ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്.
അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്രത്യേകം പറയുന്നുണ്ട്, അതായത് നമ്മുടെ നോട്ടിഫിക്കേഷന്റെ എൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി മാസം 1-ാം തീയതിയാണ്. അപ്പൊ ജനുവരി മാസം 1-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ 4 ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തസ്തികയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാവണം. ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുള്ള പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. പിന്നെ ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് 168 സെന്റിമീറ്റർ കുറയാൻ പാടില്ല. മെയിൽ ഫീമെയിൽ, മെയിലിനാണ് 168, ഫീമെയിലിന് 157. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തസ്തികയുടെ മറ്റൊരു പ്രത്യേകത, ഇതൊരു നമുക്ക് ആണുങ്ങൾക്കും അതേപോലെ പെണ്ണുങ്ങൾക്കും ഒരുപാട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയാണിത്. അതായത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, അതേപോലെ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ സ്ത്രീകൾക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 2 പേർക്ക് കൂടെ ഒറ്റ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. ഒറ്റ റാങ്ക് ലിസ്റ്റിനകത്തായിരിക്കും നമ്മൾ 2 പേരും വരുന്നത്. പക്ഷേ സാധാരണ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയ്ക്കൊന്നും സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ മുതലാണ് അങ്ങനെ ഒരു സാധ്യത കൂടി PSC പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഹൈറ്റിന്റെ കാര്യം നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് അവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ തസ്തികയ്ക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ നിയാസ് സാറിന്റെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ വെബിനാറിനകത്ത് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ വെബിനാറിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസം 14-ാം തീയതി വൈകുന്നേരം 7 മണിക്കാണ്. സൂം പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതൊരു തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, നിങ്ങൾ കുറച്ച് ഡ്രൈവേഴ്സിന്റെ കുറച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാവും, അവിടെ എല്ലാം നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കാവുന്നതാണ്. നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, ഡ്രൈവർ സഹോദരങ്ങൾക്കെല്ലാം നിങ്ങൾ ഇത് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ആ ലൈവിൽ ചോദിച്ചുകൊണ്ട് നിങ്ങളൊരു ക്ലാരിറ്റി ഉണ്ടാക്കണം. പിന്നെ നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ സൂക്ഷിക്കണം കേട്ടോ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഓഫ്ലൈൻ സെന്ററിൽ പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോലിയും കൂടെ മുമ്പോട്ട് പോകുന്ന സമയത്ത് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ മേഖലകളാണ് നിങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു ബാച്ച്, ഏറ്റവും തുടക്കക്കാരെ, അതായത് നിങ്ങൾ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഏറ്റവും തുടക്കക്കാരെ സമീപിച്ച് നോക്കുമ്പോൾ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തുടക്കക്കാരെ മുതൽ ഇങ്ങോട്ട് അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായിട്ട് ഇത് പ്ലാൻ ചെയ്തുകൊണ്ട്, ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന ഈ ഒരു തസ്തിക നിങ്ങൾക്ക് ഇത്തവണ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് നേടാൻ പറ്റും. ഈ പരീക്ഷ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും സാധിക്കും. ഒരു വലിയൊരു സാധ്യതയാണ്. ഒരിക്കലും നിങ്ങളിത് മിസ്സാക്കരുത്. ഇത്തവണത്തെ പരീക്ഷ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഈ ഒരു പരീക്ഷ നിങ്ങളുടെ മുമ്പിലുള്ള അവസാന സാധ്യതയായിട്ട് കണ്ടുകൊണ്ട് തന്നെ, ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകണം. സോ നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയും. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു മെന്റർ ഉണ്ടാവും. ആ മെന്റർ പറയും എന്താണ് ഓരോ ദിവസങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് PYQ ഉണ്ടാവും. അതായത് കഴിഞ്ഞുപോയ പരീക്ഷകളുടെ മുഴുവൻ ചോദ്യങ്ങളും ക്ലാസ്സിൽ പരിചയപ്പെടുത്തും. ബാക്കിയുള്ള നിങ്ങളുടെ കോർ ടോപ്പിക്കായിട്ടുള്ള 50 മാർക്കിന്റെ കോർ ടോപ്പിക്കുകൾ കൂടുതൽ സമയം ക്ലാസ്സിൽ പരിചയപ്പെടുത്തിക്കൊണ്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യമേ പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ തുടക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, അതായത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായിട്ടും വേണ്ട ടെക്നിക്കലായിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ, നിർബന്ധമായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ അയാൾക്ക് വേണ്ട ഹൈറ്റ് എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ 4 എണ്ണം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ +2 പാസ് ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ പറയുന്നത് പോലെ നോട്ടിഫിക്കേഷന്റെ എൻഡ് ഡേറ്റ്, അതായത് 2025 ജനുവരി 1-നകം നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നീടാണ് നമ്മൾ പഠനത്തിലേക്ക് പോകുന്നത്. ഈ തസ്തികയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്
ഈ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തിക നമ്മുടെ സ്വപ്ന ജോലി അല്ല, നമുക്ക് നേടിയെടുത്തേ പറ്റൂ. അപ്പൊ ഈ ജോലിയിലേക്കുള്ള ഫസ്റ്റ് ചുവടുവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു OMR പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. ഇവിടെ മക്കളെ, ഒരു OMR പരീക്ഷ എന്ന് പറഞ്ഞ ഒരു 100 മാർക്കിന്റെ പരീക്ഷയാണ്. ഈ 100 മാർക്കിന്റെ പരീക്ഷയിലെ അതിന്റെ സിലബസ് ആധികാരികമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തും. എന്തൊക്കെയാണ് ഓരോ ടോപ്പിക്കിനും മാർക്ക് ഡിവിഷൻ കൃത്യമായിട്ട് പറയും. അതിലെ ഈ 50 മാർക്കിന്റെ കാര്യങ്ങൾ നമ്മൾ സാധാരണ നമ്മുടെ ഈ PSC പരീക്ഷകൾ എഴുതാറില്ലേ, അതിനകത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത്. എല്ലാവർക്കും ഉള്ള സംശയമാണ്, സാറേ മാത്സിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് നേടിയെടുക്കുക, ബാക്കിയൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ പഠിച്ചോളാം. കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് വന്ന ഏറ്റവും വലിയൊരു ആശയക്കുഴപ്പമായിരുന്നു. പക്ഷെ നമ്മളത് കൃത്യമായിട്ട് പരിഹരിച്ചുകൊണ്ട് പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നല്ല ഭേദപ്പെട്ട മാർക്ക് ആ പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതായിരുന്നു. ആ മാത്സിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നല്ല മാർക്ക് നിങ്ങൾക്ക് അവിടെ ഒരു 10 മാർക്കേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. ആ 10 ചോദ്യങ്ങളിലെ 10ഉം അടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2023 നമ്മൾ എഴുതിയ പരീക്ഷ, 2023 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. 2023 വന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ പരീക്ഷ എഴുതുന്നത് 2024 കൂടിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അപ്പൊ കഴിഞ്ഞ തവണത്തെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന്റെ കാറ്റഗറി നമ്പർ വന്നത് 416/2023, അതേപോലെ 583/2023 ആണ്. ഈ തസ്തികകൾക്ക് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് നടത്തിയ OMR പരീക്ഷയ്ക്ക് മാത്സിനകത്തുനിന്ന് 10 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്കും മാത്സിനകത്തുനിന്ന് 10 ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണും. ആ 10 ചോദ്യങ്ങളും എങ്ങനെയാണ് പഠിക്കേണ്ടത്, കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയപ്പോൾ ചോദിച്ച ആ 10 ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നോക്കിക്കോ, ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് കണ്ടുപോയ ഒന്നാമത്തെ ചോദ്യം. ഇവിടെ മക്കളെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 1-നും 100-നും ഇടയിലെ 7ന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. അതായത് 1 മുതൽ 1-നും 100-നും ഇടയിലെ 7ന്റേതായിട്ടുള്ള എത്ര ഗുണിതങ്ങളുണ്ട്, അല്ലെങ്കിൽ 7 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചത്. ഒന്നും കൂടെ പറയുന്നു, 1-നും 100-നും ഇടയിലാണ്. 1-നും 100-നും ഇടയില് 7ന്റേതായിട്ട് വരുന്ന എത്ര ഗുണിതങ്ങളുണ്ട്, അല്ലെങ്കിൽ 7 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് 2 രീതിയിലാണ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ചില സമയത്ത് പരീക്ഷയ്ക്ക് ഏതെങ്കിലും 2 സംഖ്യകൾ തന്നിട്ട് ഇന്ന സംഖ്യ മുതൽ ആ സംഖ്യ വരെ എത്ര ഗുണിതങ്ങളുണ്ട്, അല്ലെങ്കിൽ എത്ര സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും, അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1-നും 100-നും ഇടയിലെ 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര, അല്ലെങ്കിൽ 7 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മളിങ്ങനെ 7ന്റെ ഗുണിതങ്ങൾ ചെക്ക് ചെയ്ത് പോകുന്ന സമയത്ത് 1-നും 100-നും ഇടയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യത്തെ 7ന്റെ ആദ്യം വരുന്ന ഗുണിതങ്ങൾ മാത്രം പിടിച്ചാൽ മതി. അപ്പോൾ 7ന്റെ ആദ്യത്തെ ഗുണിതം എന്ന് പറഞ്ഞാല് 7 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ 7ന്റെ ആദ്യത്തെ ഗുണിതം 7 ആണെന്ന് മനസ്സിലായി. 7ന്റെ രണ്ടാമത്തെ ഗുണിതം 2 7 14 ആണെന്ന് മനസ്സിലായി. 7ന്റെ മൂന്നാമത്തെ ഗുണിതം 7 3 21, അങ്ങനെ അങ്ങോട്ട് പോവാം. ഇങ്ങനെ പോയി നമുക്ക് വേണ്ടത് 1-നും 100-നും ഇടയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 100ന്റെ അടുത്ത് വരുന്ന 7ന്റെ ഗുണിതം നിങ്ങൾ നോക്കണം. 100-നോട് ചേർന്ന് നിൽക്കുന്ന 7ന്റെ ഗുണിതമാണ് പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും 100-നെ 7 കൊണ്ട് ഹരിച്ച് നോക്കണം. വെറുതെ നിങ്ങൾ 100-നെ 7 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ 100-നെ 7 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ 100 7ന്റെ ഗുണിതമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ വെറുതെ 100-നെ 7 കൊണ്ട് ഹരിച്ച് നോക്കി. ഒരു 7 7ന്റെ ബാക്കി 3 0 ആയി. 4 7 28. ശിഷ്ടം നമുക്ക് 2 ആണ് വന്നത്. ശിഷ്ടം 0 ആയിരുന്നുവെങ്കിൽ 7ന്റെ ഗുണിതമാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ 100-നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 0 അല്ല, അതുകൊണ്ട് 7ന്റെ ഗുണിതമല്ല. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പുറകോട്ട് വരണം. സോ പുറകോട്ട് വരുന്ന സമയത്ത് ഇവിടെ ശിഷ്ടം 0 വരണം. ശിഷ്ടം 0 വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് 2 അംഗം കുറച്ചാ പോരെ. ശിഷ്ടം 0 വരണമെങ്കിൽ ഇവിടുന്ന് 2 അംഗം കുറച്ചാ മതി. 2 കുറച്ചാ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെയും 2 അംഗം കുറച്ചു. അപ്പൊ 100-ന് 2 കുറച്ച എത്ര? 100-ന് 2 കുറച്ചു കഴിഞ്ഞാല് 98 അല്ലേ? തീർച്ചയായിട്ടും
98നെ 7 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1 7 7, 7ന്റെ ബാക്കി 2 8, 4 7 28. അതായത് 98 അവസാനമായിട്ട് നിൽക്കുന്ന നമ്പർ എന്ന് മനസ്സിലായി. 98 അവസാനമായിട്ട് നിൽക്കുന്ന നമ്പർ എന്ന് മനസ്സിലായി. അതായത് 7ന്റെ 14ാമത്തെ ഗുണിതമാണ് ഏത്? 98. എടാ മക്കളെ, 7ന്റെ 14ാമത്തെ ഗുണിതമാണ് 98 അല്ലേ? 7ന്റെ 14ാമത്തെ ഗുണിതമാണ് 98 എന്ന് മനസ്സിലായി. സോ അങ്ങനെയാണെങ്കിൽ 7ന്റെ 14ാമത്തെ ഗുണിതമല്ലേ 98 ആണ്. സോ ഇതെല്ലാം കൂടെ എത്ര എണ്ണം ഉണ്ടെന്നല്ലേ ചോദിച്ചത്? 7ന്റെ 1ാമത്തെ ഗുണിതം, 7ന്റെ 2ാമത്തെ ഗുണിതം, 7ന്റെ 3ാമത്തെ ഗുണിതം, 7ന്റെ 14ാമത്തെ ഗുണിതം. അങ്ങനെയാണെങ്കിൽ സംഖ്യകളുടെ എണ്ണം 14. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. കണ്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഇതായിരുന്നു കഴിഞ്ഞ തവണത്തെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയ്ക്ക് ചോദിച്ച 1ാമത്തെ ചോദ്യം. ഇതായിരുന്നു. ഒന്നും കൂടെ കണ്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, 1നും 250നും ഇടയില് 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്ത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയാണ് മുമ്പോട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് പഠിക്കേണ്ടത്. ഒരു ചോദ്യം നമ്മൾ പഠിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കണം. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞു തരാം. എടാ മക്കളെ, 7ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാല് 7 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് 7ന്റെ ഗുണിതങ്ങൾ എന്ന് വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ 1നും 100നും ഇടയിലാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, എടാ 1നും 100നും ഇടയിലാവുമ്പോൾ 7 ഉണ്ട്. തുടക്കം 7. കാരണം 7 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന 7 കഴിഞ്ഞാൽ പിന്നെ 14, 14 കഴിഞ്ഞാൽ 21, അങ്ങനെ പോകണം. അപ്പൊ 100നോട് അടുത്ത് വരുന്ന ഏതാന്ന് നോക്കി. അപ്പൊ 100നെ ഞാൻ എന്ത് ചെയ്തു? 7 കൊണ്ട് ഹരിച്ചു നോക്കി. ശിഷ്ടം 2 വന്നത്. ശിഷ്ടം 0 വരണം. എടാ ശിഷ്ടം 0 വരണമെങ്കിൽ ഇവിടെ 2 കുറയ്ക്കണം, ഇവിടെ 2 കുറക്കണമെങ്കിൽ അവിടെ 2 കുറക്കണം. അപ്പൊ 100ന് 2 കുറച്ചാൽ 98. അപ്പൊ നമുക്ക് മനസ്സിലായി 98 100നോട് അടുത്ത് നിൽക്കുന്ന 7ന്റെ ഗുണിതം എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 98 എന്ന് പറയുന്ന സംഖ്യ 7ന്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും 7ന്റെ 14ാമത്തെ മൾട്ടിപ്പിൾ ആണ് 98 എന്ന് മനസ്സിലായി. സോ അങ്ങനെയാണെങ്കിൽ ഉത്തരം 14 എന്ന് വരും ആൻസർ. സോ അങ്ങനെയാണെങ്കിൽ 2ാമത്തെ ചോദ്യം ഇതായിരുന്നു ചോദിച്ചത്. വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ചോദ്യമായിരുന്നു ഇത്. സാധാരണ നമ്മൾ ഇതൊരു ചോദ്യം പ്രതീക്ഷിച്ചതല്ലായിരുന്നു. പക്ഷെ സാധാരണ നമ്മുടെ CPO പരീക്ഷകളിലൊക്കെ നമ്മൾ ഈ ചോദ്യം കാണാറുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഈ കഴിഞ്ഞ തവണത്തെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോവാം. എടാ നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഇത് നമ്മുടെ സമാന്തര വരകൾ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. 9ാം ക്ലാസ്സിലെ മാത്സിനകത്ത് പഠിക്കുന്ന സമാന്തര വരകൾ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. എടാ മക്കളെ, 2 കാര്യങ്ങൾ ഞാൻ ഇപ്പം പറയും. 2 കാര്യങ്ങൾ ഞാനിപ്പോ പറയുമ്പോൾ തന്നെ നിങ്ങൾ അത് കേൾക്കുന്നുണ്ടല്ലോ. ആ കേൾക്കുമ്പോൾ തന്നെ ആ 2 കാര്യങ്ങൾ മനസ്സിലെ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അതായത് നിങ്ങൾ സർവീസിൽ കയറിയാലും നിങ്ങൾ ഇത് പഠിച്ചു, സർവീസിൽ കയറിയാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത 2 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതിലൊന്ന്, എടാ 2 ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ, 2 ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുവാണെങ്കിൽ അവിടെ 4 കോണുകൾ രൂപപ്പെടും. കണ്ടോ, 4 കോണുകൾ രൂപപ്പെടും. അങ്ങനെ രൂപപ്പെടുന്ന 4 കോണുകളില് എതിർ കോണുകൾ തുല്യമായിരിക്കും. ഓപ്പോസിറ്റ് വരുന്നവന്മാര് തുല്യമായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ എടാ ഇതാണ്ടേ, ഈ ഒരു കോൺ 30 ഡിഗ്രി ആണെങ്കിൽ കണ്ണും പൂട്ടി പറയണം അതിന്റെ ഓപ്പോസിറ്റ് ഇതും എത്ര? 30 ആയിരിക്കും. തെറ്റാണോ? മനസ്സിലായോ? അതായത് 2 ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ രൂപപ്പെടുന്ന 4 കോണുകളിലെ എതിർ കോണുകൾ തുല്യമായിരിക്കും. സോ അങ്ങനാണെങ്കിൽ ഈ ഒരു കോൺ ഇത് 150 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 150. കാരണം ഇവന്മാർ ഓപ്പോസിറ്റാ. അപ്പോൾ 2 ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുവാണെങ്കിൽ അവിടെ രൂപപ്പെടുന്ന 4 കോണുകളിലെ എതിർ കോണുകൾ തുല്യമായിരിക്കും. സോ ഫസ്റ്റ് പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചോ? 2ാമത്തെ പോയിന്റ്, 2 സമാന്തര വര എന്ന് പറഞ്ഞാല് പാരലൽ ലൈൻസ്, ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെ പറയുന്ന പേരാണ് സമാന്തര വരകൾ എന്ന് പറയും. എടാ 2 സമാന്തര വരകളെ ഒരു ചരിഞ്ഞ വര ഖണ്ഡിച്ചാൽ, 2 സമാന്തര വരകളെ ഒരു ചരിഞ്ഞ വര ഖണ്ഡിക്കുവാണെങ്കിൽ
അവിടെ സ്വാഭാവികമായിട്ടും 1, 2, 3, 4, 5, 6, 7, 8 8 കോണുകൾ രൂപപ്പെടും. ഒന്നും കൂടെ, 2 സമാന്തര വരകളെ ഒരു ചരിഞ്ഞ വര കണ്ണിച്ചാല് അവിടെ 8 കോണുകൾ രൂപപ്പെടും. അവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് നോക്കിക്കോണേ, അതായത് ഒരു ചരിഞ്ഞ വര വരയ്ക്കുമ്പോൾ ഇവിടെയും 4 കോൺ, അവിടെയും 4 കോൺ ആണോ? എടാ, ഇപ്പുറത്ത് 4 കോൺ, അപ്പുറത്ത് 4 കോൺ. ഒരു സൈഡിൽ രൂപപ്പെടുന്ന 4 കോണുകളിലെ ഒന്നിടവിട്ട കോണുകൾ തുല്യമായിരിക്കുമേ, ഒന്നിടവിട്ട കോണുകൾ തുല്യമായിരിക്കും, ഒന്നിടവിട്ട കോണുകൾ തുല്യമായിരിക്കും, ഒന്നിടവിട്ട കോണുകൾ തുല്യമായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ എടാ പിള്ളേരെ, ഈ കോണും ഒന്നിടവിട്ടത്, ഈ കോണും ഈ കോണും തുല്യമാണ്, കണ്ടോ? അതേപോലെ ഈ കോണും തുല്യമാണ്. എടാ, ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 70 ആയിരിക്കും. കണ്ടോ? 1, 2, 3, 4 കണ്ടോ? 1, 3 തുല്യം, 2, 4 തുല്യം. ഒന്നുകൂടെ പറയാം, 2 സമാന്തര വരകളെ ഒരു ചരിഞ്ഞ വര കണ്ടിച്ചാൽ അവിടെ ആ വരയുടെ ഒരു സൈഡിൽ രൂപപ്പെടുന്ന 4 കോണുകളിലെ ഒന്നിടവിട്ട കോണുകൾ തുല്യമായിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും അപ്പുറത്ത്. അതായത് ഈ കോണും ഈ കോണും തുല്യമാണ്, അതേപോലെ ഈ കോണും തുല്യമായിരിക്കും. ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നും കൂടെ പറയുന്നു, 2 ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ രൂപപ്പെടുന്ന 4 കോണുകളിലെ ഓപ്പോസിറ്റ് വരുന്ന കോണുകൾ തുല്യമായിരിക്കും. ഇതാണ് ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞത്, ആണോ? രണ്ടാമത് പറഞ്ഞു നിർത്തിയത്, 2 സമാന്തര വരകളെ ഒരു ചരിഞ്ഞ വര കണ്ണിച്ചാൽ ആ ചരിഞ്ഞ വരയുടെ ഒരു സൈഡിൽ രൂപപ്പെടുന്ന 4 കോണുകളിലെ ഒന്നിടവിട്ട കോണുകൾ തുല്യമായിരിക്കും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ എടാ മക്കളെ ശ്രദ്ധിച്ചോണേ, ഈ ഒരു പടം ശ്രദ്ധിക്കുക, ഓർത്തു വെച്ചോണേ, നോക്കിക്കോണേ. 2 സമാന്തര വരകളാ, എ ബിയും സി ഡിയും. കണ്ടോ? എ ബി സി ഡി എന്നീ വരകൾ സമാന്തരമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചോണേ, എ ബിയും സി ഡിയും സമാന്തരമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചു. ഇനി എടാ പിള്ളേരെ, ഏതാണ്ടാ ഇത് 70 അല്ലേ? ആണോ? എടാ, ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് 70 അല്ലേ? അല്ലേ? ഈ 2 സമാന്തര വരകള് ഒരു ചരിഞ്ഞ വര കണ്ണിച്ചപ്പോൾ ഈ കോണും തുല്യം, ഇതും തുല്യമല്ലേ? എടാ, ഇത് 70 ആണെന്ന് അവർ പറഞ്ഞു. എടാ മക്കളെ, ഇത് 70 ആണെങ്കിൽ ഇത് 70 അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 70 ആണെങ്കിൽ ഇതിനകത്തുള്ളത് 70 അല്ലേ? അത് കൊള്ളാമല്ലോ. എങ്ങനെ 70 വന്നത്? അത് നമ്മൾ ആദ്യം പഠിച്ചത് എന്തുവാ? അത് നമ്മൾ 2 ചരിഞ്ഞ വരകളെ, അതായത് ഒരു ബിന്ദു, ഇതാണ് ഒരു ബിന്ദു, ഇങ്ങനൊരു വര, ഇങ്ങനൊരു വര. 2 ചരിഞ്ഞ വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ രൂപപ്പെടുന്ന ഓപ്പോസിറ്റ് കോണുകൾ തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് 70 ആണെങ്കിൽ ഇത് 70, അകത്ത് 70 ആണോ? കഴിഞ്ഞു. ഇനി ശ്രദ്ധിച്ചു, ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോണേ. അതായത് നമ്മുടെ ചോദ്യം എന്തുവാ? അങ്ങനെയാണെങ്കിൽ എക്സ് ഡിഗ്രി എത്ര എന്നല്ല ചോദിച്ചത്. എക്സ് എന്ന് പറഞ്ഞാൽ ഈ സാധനം എത്ര എന്ന ചോദ്യം. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞു ത്രികോണം മനസ്സിലൊന്ന് ആലോചിച്ചേ. ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടി എത്ര ഡിഗ്രിയാ? നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സോ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരെണ്ണം 30, ഒരെണ്ണം 70. സോ 30ഉം 70ഉം കൂടെ കൂട്ടി എത്രടാ? 30ഉം 70ഉം കൂടെ കൂട്ടിയ 100 അല്ലേ? പിന്നെ 100ന്റെ ബാക്കി എത്ര? 100ന്റെ ബാക്കി 80 അല്ലേ? അപ്പൊ ഉത്തരം 80. ഓപ്ഷൻ സി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. കണ്ടോ? ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. 80 ഡിഗ്രിയാണ്. ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. നിങ്ങൾ ഇപ്പോൾ ചെലവാക്കിയ 5 മിനിറ്റ് സമയം, ഈ വീഡിയോ കാണാനെടുത്ത ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച 5 മിനിറ്റ് സമയം നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഈ ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ആ 2 കാര്യങ്ങൾ വീണ്ടും കേട്ട് ഭംഗിയായിട്ട് പഠിച്ചു വെച്ചു. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അത്. സോ ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു. 80 ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ് ചോദിച്ചത്. പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. എടാ, പൈതഗോറിയൻ ത്രയം എന്ന് പറഞ്ഞാല് പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. എന്താണ് പൈതഗോറിയൻ ത്രയം എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? അതായത് നമ്മൾ ഈ പൈതഗോറിയൻ ത്രയങ്ങള് അല്ലെങ്കിൽ പൈതഗോറ സിദ്ധാന്തമൊക്കെ എവിടെ ഉപയോഗിക്കുന്നത്? അതൊക്കെ മട്ടത്രികോണത്തിനകത്തല്ലേ ഉപയോഗിക്കുന്നത്. സോ മട്ടത്രികോണവുമായിട്ട് ബന്ധപ്പെട്ടു വരുന്ന ഒരു വാക്കാണ് ഏത്? പൈതഗോറ സിദ്ധാന്തം. ആ പൈതഗോറ സിദ്ധാന്തം എന്തോ പറയുന്നത്? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു
പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. മട്ടത്രികോണത്തിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റിയ സിദ്ധാന്തമാണ് ഏത്? പൈതഗോറസ് സിദ്ധാന്തം. പൈതഗോറസ് സിദ്ധാന്തം പറയുന്നത് കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. സോ അങ്ങനെ ഏതെങ്കിലും മൂന്ന് സംഖ്യകള് ഈ പൈതഗോറസ് തിയറം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മൂന്ന് സംഖ്യകൾ ഈ പൈതഗോറസ് തിയറം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവന്മാരെ മൂന്ന് പേരെയും കൂടെ പറയുന്ന പേരാണ് പൈതഗോറിയൻ ട്രിപ്ലറ്റ് അല്ലെങ്കിൽ പൈതഗോറിയൻ ത്രയം എന്ന് പറയും. ഒന്നും കൂടെ, ഏതെങ്കിലും മൂന്ന് സംഖ്യകള് പൈതഗോറസ് തിയറമായ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു തിയറം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് പൈതഗോറിയൻ ട്രിപ്ലറ്റ് അല്ലെങ്കിൽ പൈതഗോറിയൻ ത്രയങ്ങൾ എന്ന് പറയും. സോ അങ്ങനെ ആണെങ്കിൽ നോക്കിക്കോണേ, ഇനി ഒരു എക്സ്ട്രാ ഒരു അറിവും കൂടെ പറഞ്ഞു തരാം. അതായത് ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ, അത് ഏത് ത്രികോണമെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം, 3 അംശബന്ധം 4 അംശബന്ധം 5 ആണെങ്കിൽ, ഏതെങ്കിലും ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം 3 അംശബന്ധം 4 അംശബന്ധം 5 ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മട്ടത്രികോണമായിരിക്കും കേട്ടോ. ഒന്നും കൂടെ പറയാം, എഴുതിയെടുക്കുക. ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം 3 അംശബന്ധം 4 അംശബന്ധം 5 ആണെങ്കിൽ അത് തീർച്ചയായിട്ടും മട്ടത്രികോണമായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാല് 3 × 1 3, 4 × 1 4, 5 × 1 5. അതായത് വശങ്ങൾ 3 4 5 വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മട്ടത്രികോണം ആയിരിക്കും. അതേപോലെ 3 2 6, 4 2 8, I 2 10. മക്കളെ 6 8 10 കൂടെ വരുവാണെങ്കിൽ അത് മട്ടത്രികോണമായിരിക്കും. അതേപോലെ 3 3 9, 4 3 12, I 3 15, 9 12 15, 9 12 15. കണ്ണും പൂട്ടി പറഞ്ഞു മട്ടത്രികോണമാണ്, പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ വീണ്ടും 3 4 12, 3 4 12, 4 16, 4 16, I 4 20, I 4 20, 12 16 20 വന്നാൽ അതും മട്ടത്രികോണത്തിന്റെ വശങ്ങളാണ്, അതും പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണെന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ 3 5 15, 3 5 15, 4 5 20, 4 5 20, 5 5 25, 5 5 25. കണ്ടോ, 15ഉം 20ഉം 25ഉം വന്നാൽ അതും പൈതഗോറിയൻ ട്രിപ്ലറ്റ് അല്ലെങ്കിൽ പൈതഗോറിയൻ ത്രയം ആണെന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ ഇതല്ലാത്തതും വരാം, പക്ഷെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 3:4:5 ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി, 3 4 5, 3 2 6, 4 2 8, I 2 10. മൾട്ടിപ്പിൾ എടുത്താൽ മതി, ഗുണനം എടുത്താൽ മതി. അതായത് ഒരു സംഖ്യ കൊണ്ട് അങ്ങ് ഗുണിക്കുക. ഇപ്പൊ 2 കൊണ്ട് ഗുണിച്ചാൽ 3 2 6, 4 2 8, I 2 10 ഒരു സെറ്റ് കിട്ടും. 3 കൊണ്ട് ഗുണിച്ചാൽ 3 3 9, 4 3 12, I 3 15. അങ്ങനെ ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോണേ, അതായത് 6ഉം 8ഉം 10ഉം അത് പൈതഗോറിയൻ ത്രയം ആണ്. 3 4 5 ആണ്. 12 16 20 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവര് ചോദിച്ചത് പെടാത്തത് ഏത് എന്നല്ലേ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? ഏതെങ്കിലും മൂന്ന് സംഖ്യകള് പൈതഗോറസ് തിയറം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവന്മാരെ പറയുന്ന പേരാണ് പൈതഗോറിയൻ ട്രിപ്ലറ്റ് അല്ലെങ്കിൽ പൈതഗോറിയൻ ത്രയം എന്നാണ് പറയുന്നത്. സോ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ഒരു ബുക്കിനകത്തേക്ക് എഴുതി വെക്കണം. മാത്സിന്റെ ഇത്തരത്തിലെ ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. പരീക്ഷ വരെയും നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് കിട്ടും. എല്ലാം ഒരു ബുക്കിനകത്തേക്ക്, എന്ത് പറഞ്ഞാലും ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ആ ബുക്ക് മാത്രം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അത്തരത്തിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ആദ്യത്തെ 3 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. 4ാമത് ചോദിച്ചത് ഈ ചോദ്യമായിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചത്. അതായത് ഇവിടെ ഒരു ചെറിയ ഒരു സമചതുരം തന്നിട്ടുണ്ട്, കണ്ടോ? ആ സമചതുരത്തിന്റെ വികർണമാണ് ഏത്? AB. ആ വികർണം ഒരു വശമായി വരുന്ന രീതിയിലെ പുതിയ ഒരു സമചതുരം വരച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തവണ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. മക്കളെ, ഒരു സമചതുരത്തിന്റെ വികർണം ഒരു വശമായി വരുന്ന രീതിയിൽ
പുതിയ ഒരു സമചതുരം വരച്ചു കഴിഞ്ഞാല് ആ പുതിയ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ, വിസ്തീർണം, അത് ആദ്യത്തെ സമചതുരം ഉണ്ടല്ലോ, ആദ്യത്തെ സമചതുരം എത്രയാണോ അതിന്റെ ഏരിയ അതിന്റെ ഡബിൾ എടുക്കണം എന്ന് ആലോചിക്കണം. ഒന്നും കൂടെ പറഞ്ഞു തരാം. അതായത് ഏതെങ്കിലും ഒരു സമചതുരം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരു സമചതുരത്തിന്റെ വികർണം ഒരു വശമായി വരുന്ന രീതിയിൽ പുതിയ ഒരു സമചതുരം വരയ്ക്കുവാണെങ്കിൽ ആ പുതിയ സമചതുരത്തിന്റെ പരപ്പളവ് തീർച്ചയായിട്ടും ആദ്യത്തെ സമചതുരത്തിന്റെ പരപ്പളവിന്റെ ഇരട്ടി ആയിരിക്കും എന്നുള്ള കാര്യം വൃത്തിയായിട്ട് മനസ്സിൽ ഓർത്തിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു സമചതുരത്തിന്റെ വികർണം ഒരു വശമായി വരുന്ന രീതിയിൽ പുതിയൊരു സമചതുരം വരയ്ക്കുവാണെങ്കിൽ ആ പുതുതായിട്ട് വരച്ച സമചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറഞ്ഞാല് ആദ്യത്തെ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണോ അതിന്റെ ഇരട്ടി അല്ലെങ്കിൽ ഡബിൾ എടുത്താൽ മതി എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഇതുപോലത്തെ ഒരു 7 ടിപ്പ് നമ്മൾ ക്ലാസ്സിൽ തുടർച്ചയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിലെ 3ാമത്തെ ടിപ്പാണിത്. നമ്മളിത് ക്ലാസ്സിൽ തുടർച്ചയായിട്ട് പറയും. അത്തരത്തിൽ ചോദിച്ചു പോയ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ചെറിയ സമചതുരം ഉണ്ടല്ലോ, ആ ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈഡിന്റെ സ്ക്വയർ എടുത്താൽ മതി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം സൈഡിന്റെ സ്ക്വയർ എടുക്കുവാണെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് ആ ചെറിയ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് സൈഡിന്റെ സ്ക്വയർ എടുക്കുക. സൈഡ് 2 ആണ്, 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് 4 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതായത് 4 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ആ ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് 4 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ഇരട്ടി ആയിരിക്കും പുതുതായിട്ട് വരച്ച ഈ സമചതുരത്തിന്റെ പരപ്പളവ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വരച്ച പുതിയ സമചതുരം ഉണ്ടല്ലോ, അതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 4ന്റെ ഇരട്ടി 8 ആയിരിക്കും എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. സോ അങ്ങനെയാണെങ്കിൽ ആ പുതിയ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്ര, സൈഡിന്റെ നീളം എത്ര എന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാല് a സ്ക്വയർ ആണ്. സോ a സ്ക്വയറിന്റെ വില നമുക്കറിയാം 8 ആണ്. എടാ a സ്ക്വയറിന്റെ വില 8 ആണെങ്കിൽ എയുടെ വില എത്ര എന്നാണ് ചോദ്യം. a സ്ക്വയറിന്റെ വില 8 ആണെങ്കിൽ എയുടെ വില കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് എടുത്താൽ മതി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. റൂട്ട് എടുത്താൽ മതി. റൂട്ട് 8 ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. സോ അങ്ങനെയാണെങ്കിൽ 8 എന്ന് പറഞ്ഞ സംഖ്യക്ക് റൂട്ട് ഇല്ല, നമുക്കറിയാം. കാരണം 4 കഴിഞ്ഞാൽ പിന്നെ റൂട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ 9 ആണ്. 9 കഴിഞ്ഞാൽ 16 ആണ്. ഇത്തരം സംഖ്യകൾക്ക് മാത്രമേ റൂട്ടുള്ളൂ. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് 16ന്റെ റൂട്ട് എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 4 എന്ന് പറയും. 25ന്റെ റൂട്ട് എത്ര എന്ന് ചോദിച്ചാൽ 5 എന്ന് പറയും. 36ന്റെ റൂട്ട് എത്ര എന്ന് ചോദിച്ചാൽ 6 എന്ന് പറയും. സോ ഇങ്ങനെ 27ന്റെ റൂട്ട് എത്ര ചോദിക്കുകയാണ് നമ്മൾ പറയാം അറിയില്ലെന്ന് പറയും. 28ന്റെ റൂട്ട് എത്ര ചോദിച്ചാൽ നമ്മൾ പറയാം അറിയില്ലെന്ന് പറയും. 35 ചോദിച്ചാൽ അറിയില്ലെന്ന് പറയും. 36ന് ചോദിക്കുകയാണ് നമ്മൾ 6 എന്ന് പറയും. അങ്ങനെ റൂട്ട് കൃത്യമായിട്ടുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് പൂർണ്ണവർഗ സംഖ്യകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 8 എന്ന് പറയുന്ന സംഖ്യ പൂർണ്ണവർഗ സംഖ്യ അല്ല. സോ അങ്ങനെയാണെങ്കിൽ ആ 8നെ നിങ്ങൾ പിരിക്കണം, സ്പ്ലിറ്റ് ചെയ്യണം. റൂട്ടുള്ള ഒരു സംഖ്യയിലേക്ക് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ മക്കളെ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 8 എന്ന് പറഞ്ഞ് 4 × 2 അല്ലേ? കാരണം 4ന് റൂട്ട് ഉണ്ട്. അപ്പൊ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 × 2 എന്ന് നമുക്ക് വൃത്തിയായിട്ട് എഴുതി വെക്കാം. 8ന് നമുക്ക് വേണമെങ്കിൽ 4 × 2 എന്ന് എഴുതിക്കൂടെ? ഇനി നമുക്കറിയാം 4ന്റെ റൂട്ട് എല്ലാവർക്കും അറിയാം. 4ന്റെ റൂട്ട് 2 ആണ്. 2ന് റൂട്ട് ഇല്ല. അതുകൊണ്ട് നമ്മൾ റൂട്ട് 2 അതുപോലെ തന്നെ എഴുതി. ഒന്നും കൂടെ പറയാം. എടാ 4ന്റെ റൂട്ട് 2 ആണ്. 2ന് റൂട്ട് ഇല്ല. 2ന് റൂട്ട് ഇല്ലാത്തത് കൊണ്ട് ആ റൂട്ട് സിമ്പൽ പോത്തില്ല. സോ അങ്ങനെയാണെങ്കിൽ 2 റൂട്ട് 2 എന്ന് വരും. അതായത് ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അതായത് ഒരു സമചതുരത്തിന്റെ വികർണം ഒരു വശമായി വരുന്ന രീതിയിൽ പുതിയ ഒരു സമചതുരം വരയ്ക്കുവാണെങ്കിൽ ആ പുതിയ സമചതുരത്തിന്റെ പരപ്പളവ് ആദ്യത്തെ സമചതുരത്തിന്റെ ഇരട്ടിയായിരിക്കും എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. സോ അങ്ങനെ നമ്മൾ കഴിഞ്ഞ പരീക്ഷ, അതായത് ഈ 2023 വന്ന നോട്ടിഫിക്കേഷന്റെ പരീക്ഷ വരുന്നത് 2024 അപ്പോൾ ഈ 2024 നടന്ന ഈ പരീക്ഷയ്ക്ക് ചോദിച്ചു പോയ മാത്സിന്റെ ചോദ്യങ്ങളുടെ നിലവാരം നിങ്ങളെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 4ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്തി പഠിച്ച് നമ്മൾ മുമ്പോട്ട് പോയത്. സോ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പൊ നമ്മൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി കാണാം. സോ ടേക്ക് കെയർ.